ചുവപ്പ് രാശി നോവൽ അധ്യായം 8. അതൊക്കെ പറയാം. തൽക്കാലം എൻ്റെ കൂടെ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്തിന്? അതൊക്കെ അവിടെ എത്തിയിട്ട് പറയാം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? യാതൊരു കാര്യവുമില്ലാതെ സ്റ്റേഷനിൽ വരണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. കാര്യമുണ്ട്. എങ്കിൽ പറയൂ. കാര്യം അറിയാതെ വരില്ലേ? ഇല്ല. എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. വാറണ്ടുണ്ടോ? കമലഹാസന് ഉത്തരം മുട്ടി. എങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. വാറണ്ടില്ലാതെ നീ വരില്ലേ? ഇല്ല. എങ്കിൽ അത് തന്നെ ഒന്ന് കാണട്ടെ. കമലഹാസൻ കയ്യിൽ ഓങ്ങിയടിച്ചു. എന്നാൽ ചന്തു അതിൽ പിടിച്ചു. തൊട്ടുപോകരുത്. ആ തലയിൽ തൊപ്പി കാണില്ല. പിന്നെ തന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. ചന്തുവിനെ അത്ര വേഗം കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് മനസ്സിലായ ഇൻസ്പെക്ടർ SP-യെ വിവരമറിയിക്കാൻ വേണ്ടി ചന്തുവിൻ്റെ ടേബിളിലിരുന്ന ഫോണിൻ്റെ റിസീവർ എടുത്തു. ഡയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചന്തു കൈതട്ടി. അത് ഡിസ്കണക്ട് ചെയ്തു. ഓഫീസ് ഫോണിന്ന് ഇത് അനുവാദം കൂടാതെ ചെയ്യാൻ. ഇത് സർക്കാർ ഓഫീസല്ല. ഇവിടെ എൻ്റെ അനുവാദം കൂടാതെ ഒന്നും നടക്കില്ല. ബഹാസ്റ്റഡ്. കമലഹാസൻ പല്ല് കടിച്ചു. ലോക്കപ്പിലിട്ട് നിൻ്റെ ഓരോ എല്ലുകളും ഞാൻ ഇടിച്ചു ഊരുവട. അങ്ങനെയാകട്ടെ. പിന്നെ മറ്റു വിശേഷമൊന്നുമില്ലല്ലോ. എങ്കിൽ പോയാട്ടെ. എനിക്കൊരുപാട് ജോലിയുണ്ട്. ഒരു പോലീസ് ഓഫീസർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ അവഹേളനമായിരുന്നു അത്. ഹാഫ് ഡോർ തള്ളി തുറന്ന് കനത്ത കാലടികളോടെ ഇൻസ്പെക്ടർ ഇറങ്ങിപ്പോയി. ഉടനെ ചന്തു അവറാച്ചൻ മുതലാളിയെ വിവരമറിയിച്ചു. സാരമില്ലടാ, അവൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്നവനെ നമുക്ക് വിലക്കെടുക്കാം. എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ചിലത് നടന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കലി കയറിയവനെ പോലെ കയ്യിൽ ഒരു വാറണ്ടും മറുകയിൽ വിലങ്ങുമായി ഇൻസ്പെക്ടർ കമലഹാസൻ ഓഫീസിലേക്ക് വന്നു. അവിടുത്തെ ജീവനക്കാരൊക്കെ ഇത് കണ്ട് അമ്പരന്നുപോയി. യു ആർ അണ്ടർ അറസ്റ്റ്. വാറണ്ട് നീട്ടിക്കൊണ്ട് കമലഹാസൻ ഗർജിച്ചു. ചാത്തുണ്ണിയുടെ 30 ലക്ഷം രൂപ കവർച്ച ചെയ്തു എന്നതാണ് കാരണം. ഞാനോ? നോ, യുവർ ഫാദർ. എണീക്കട. അയാൾ കയ്യിൽ മേശയിൽ ഓങ്ങിയടിച്ചു. മേശപ്പുറത്തുണ്ടായിരുന്ന ഗ്ലാസ് പാളി പൊട്ടിത്തകർന്നു. ചന്തു ഒന്നും പറയാതെ എണീറ്റു. കൈകൾ നീട്ടി. ഇൻസ്പെക്ടർ വിലങ്ങണിയിച്ചു. വാടാ. SI-യുടെ പിന്നാലെ ചന്തു പുറത്തേക്ക് നടന്നു. ഓഫീസ് സ്റ്റാഫ് ആകെ വരണ്ടിരിക്കുകയാണ്. ചന്തു അവരെ നോക്കി മന്ദഹസിച്ചു. ജീപ്പിൻ്റെ പിന്നിലെത്തിയപ്പോൾ ഇൻസ്പെക്ടർ പെടലേക്ക് പിടിച്ച് ഉള്ളിലേക്ക് തള്ളി. ചന്തു ജീപ്പിനുള്ളിലേക്ക് മറഞ്ഞു. ഇൻസ്പെക്ടറും കയറി. ജീപ്പ് പാഞ്ഞുപോയി. പോലീസ് സ്റ്റേഷനിൽ കാത്തിരിക്കുകയായിരുന്നു SP വിജയദാസ്. കമലഹാസൻ ചന്തുവിനെ അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തിച്ചു. ചന്തുവിൻ്റെ കണ്ണുകൾ അഗ്നി പോലെ ജ്വലിച്ചു. ഇവൻ കുറ്റം സമ്മതിച്ചോ? ചോദ്യം SI-യോടാണ്. ഇല്ല സർ, ക്വസ്റ്റ്യൻ ചെയ്യണം. ഓക്കെ. ഇൻസ്പെക്ടർ ചന്തുവിനെ ലോക്കപ്പിലേക്ക് തള്ളി. പിന്നെ വാച്ചഴിച്ച് മേശപ്പുറത്ത് വെച്ചിട്ട് ലോക്കപ്പിലേക്ക് കയറി. കാൽ കൊണ്ട് തട്ടി വാതിലടച്ചു. അധ്യായം 23. ഇൻസ്പെക്ടർ കമലഹാസൻ തന്നെ ഉപദ്രവിക്കുമെന്ന് ചന്തുവിന് മനസ്സിലായി. ഇത് പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ വെച്ച് തനിക്കൊന്നും ചെയ്യുവാൻ കഴിയില്ലെന്ന് അയാൾ ഓർത്തു. കുറേ നാൾ മുമ്പ് ഇൻസ്പെക്ടർ വിക്രം ഈ ലോക്കപ്പിൽ വെച്ച് തന്നെ മർദ്ദിച്ചതാണ്. തൻ്റെ ഡാഡി എന്ന് പറയുന്ന മനുഷ്യൻ ലോക്കപ്പിന് നേരെ തന്നെ നോക്കിയിരിക്കുന്നത് ചന്തു കണ്ടു. മിസ്റ്റർ കമൽ, നിങ്ങൾ എന്തിനുള്ള പുറപ്പാടാണ്? ഞാൻ ആരുടെയും പണം അപഹരിച്ചിട്ടില്ല. അത് ഞാൻ തെളിയിപ്പിക്കാമടാ. നിന്റെ ഓഫീസിൽ വെച്ച് നീ എന്നോട് കുറേ വാചക കസർത്ത് നടത്തിയില്ലേ? ചോദിച്ചതും കമലഹാസൻ 2 കൈകളും കൊണ്ട് ഒരേ സമയം ചന്തുവിൻ്റെ കവിടുകളിൽ അടിച്ചു. ഞെടിയിടയിൽ അയാൾ താഴേക്ക് കുനിഞ്ഞു. കമലഹാസൻ കൈകൾ കൂട്ടിമുട്ടി. ശബ്ദമുണ്ടായത് മാത്രം മിച്ചം. എടാ. അയാൾ വീണ്ടും തിരിഞ്ഞ് ചന്തുവിനെ അടിച്ചു. ഇത്തവണയും അയാൾ ഒഴിഞ്ഞു മാറിയപ്പോൾ SI-യുടെ കോപം ഇരട്ടിച്ചു. അടിച്ചു പൊളിക്കടാ ആ റാസ്കലിനെ. ലോക്കപ്പലിനരികിലേക്ക് വന്നുകൊണ്ട് SP വിജയദാസ് ആക്രോശിച്ചു. 3ാമത്തെ അടു ചന്തു തടഞ്ഞു. തൻ്റെ കൈ ഒരു ഉരുക്കുപാറിൽ തട്ടിയതുപോലെയാണ് SI-ക്ക് തോന്നിയത്. പന്നക്കഴുവയുടെ മോനെ, നീ പോലീസുകാരോടാണോ കളിക്കാറായോ? കമലഹാസൻ്റെ അടുത്ത ആക്രമണം ഉണ്ടാവുന്നതിന് മുമ്പ് ചന്തു റിവോൾവർ എടുത്ത് SP-യും SI-യും ഞെട്ടിപ്പോയി. ആരും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. അവരുടെ കൈവശവും റിവോൾവറുണ്ട്. ഇനിയൊന്ന് തൊട്ടാ ആ നിമിഷം നിങ്ങളെ ഞാൻ യമപുരിക്കയക്കും. റിവോൾവർ ചൂണ്ടിക്കൊണ്ട് ചന്തു പറഞ്ഞു. SP-യുടെ കൈ തൻ്റെ അരക്കെട്ടിലേക്ക് നീണ്ടു. ഡോണ്ട് മൂവ്, ചന്തു കൽപ്പിച്ചു.
എനിക്ക് മുകളിലേക്ക് നോക്കിയ ആകാശം, താഴേക്ക് നോക്കിയ ഭൂമി, മറ്റൊന്നും ചിന്തിക്കണ്ട. ആരോടും കടപ്പാടുകളുമില്ല. നിങ്ങൾക്കാർക്കും അങ്ങനെയല്ലെന്ന് ഓർക്കണം. നിങ്ങൾ മരണപ്പെട്ട നിങ്ങളുടെ കുടുംബങ്ങൾക്കായിരിക്കും അതിൻ്റെ നഷ്ടം. വിജയദാസനും കമലഹാസനും മരവിച്ചു നിന്നു. പോലീസുകാർക്കും എന്തു ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അപ്പോഴേക്കും മുറ്റത്ത് 2 വാഹനങ്ങളിലെത്തി. ഒരെണ്ണത്തിൽ നിന്നും IG നരേന്ദ്രനാഥും മറ്റേതിൽ നിന്നും അവറാച്ചൻ മുതലാളിയും കുമാറും ഇറങ്ങി. IG കണ്ടപ്പോൾ SP സല്യൂട്ട് ചെയ്യാൻ മടിച്ചു. കാരണം ചന്തു നിറയൊഴിച്ചാലോ? ലോക്കപ്പിനുള്ളിൽ സീൻ കണ്ട് ആഗതരും ഒരു നിമിഷത്തേക്ക് നിശബ്ദരായി. ചന്തു, എന്താണിത്? IG കനത്ത ശബ്ദം. സർ, അയാൾ റിവോൾവർ മാറ്റി. നിരപരാധിയായ എന്നെ ഇവർ കുറ്റവാളിയാക്കാൻ ശ്രമിക്കുകയാണ്. നിൽക്കക്കളിയില്ലെന്ന് വന്നപ്പോൾ എനിക്കിതേ മാർഗമുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഇവർ ഇപ്പോൾ എന്നെ കൊന്നേനെ. IG SP നോക്കി. മിസ്റ്റർ വിജയദാസ് എന്തു പറയുന്നു? ചന്തു ആണ് ഇതൊക്കെ ചെയ്തെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. എവിഡൻസ്? നോ സർ, SP പറഞ്ഞി. ബട്ട് ദിസ് വാസ് എ ഡെലിബറേറ്റ് കാൽക്കുലേറ്റഡ് ഓപ്പറേഷൻ. സർ, IG മുഖത്തൊരു ചിരിയുണ്ടായി. ഡോണ്ട് ഡെക്കറേറ്റ് മീ വിജയദാസ്. ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. സർ, യെസ്, വെറും സംശയം കൊണ്ട് മാത്രം ഒരാൾ കുറ്റവാളിയാകുന്നില്ല. പോലീസ് മർദ്ദനമേൽക്കുമ്പോൾ പലരും ചെയ്യാത്ത തെറ്റുകൾ സമ്മതിച്ചെന്ന് വരും. പ്രത്യേകിച്ച് ചന്തുവിനെപ്പോലെ സമൂഹത്തിൽ മാന്യനായ ഒരാൾ. മാന്യൻ? SP പല്ലുകടിച്ചു. കഴിഞ്ഞ 6 വർഷം സെൻട്രൽ ജയിലിൽ കഠിന തടവിന് വിധിക്കപ്പെട്ട് കിടന്നിരുന്ന ഇയാൾ മാന്യനാണെന്ന് സാർ പറഞ്ഞാൽ? വിജയദാസ്, നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. സാർ, ഇയാൾ നിങ്ങളുടെ മകനല്ലേ എന്ന് പറയുവാൻ എനിക്കാവില്ല സാർ. ആഹാ, അതൊക്കെ നിങ്ങളുടെ പ്രശ്നം. IG തിരിഞ്ഞ് SIയെ നോക്കി. ചന്തുവിനെ വിട്ടേര്. വിജയദാസും കമലഹാസനും ഒപ്പം ഞെട്ടി. സർ, യെസ്, ക്വസ്റ്റ്യൻ ചെയ്യുക പോലും അതിൻ്റെ ആവശ്യമില്ല. യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തിയ ശേഷം അവർക്ക് രക്ഷപ്പെടാനാവാത്ത രീതിയിൽ വേണം അറസ്റ്റിലേക്ക് നീങ്ങാൻ. അവർക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. വേഗം വേണം, ഞങ്ങൾക്കൊരുപാട് ജോലിയുണ്ട്, അവറാച്ചൻ ഓർമ്മിപ്പിച്ചു. SP അയാളെ രൂക്ഷമായി ഒന്ന് നോക്കി. സർ, ചന്തുവിൻ്റെ റിവോൾവർ? കമലഹാസൻ നരേന്ദ്രനാഥിനെ ഓർപ്പിച്ചു. അത് ലൈസൻസ് ഉള്ളതാണ്, അയാളത് കൊണ്ടുപോയിക്കൊള്ളട്ടെ. ലോക്കപ്പ് തുറക്കപ്പെട്ടു. വിജയഭാവത്തിൽ ഒരു ചിരിയോടെ ചന്തു പുറത്തേക്ക് വന്നു. അയാൾ നരേന്ദ്രനാഥിൻ്റെ അരികിലെത്തി. താങ്ക് യു സാർ. പിന്നെ അയാളും അവറാച്ചനും കുമാറും അവിടെ നിന്നിറങ്ങി. അവർ കാറിൽ കയറാൻ ഭാവിച്ചപ്പോഴാണ് ചാത്തുണ്ണിയും മക്കളും അവിടെ എത്തുന്നത്. ചന്തുവിനെ കണ്ടപ്പോൾ അവർ വിളറിപ്പോയി. കമലഹാസൻ അയാളെ കൊണ്ട് സത്യം പറയിപ്പിച്ച് കാണുമെന്നായിരുന്നു അവരുടെ വിചാരം. ചന്തു ചാത്തുണ്ണിയുടെ സമീപത്ത് എന്ന് പറഞ്ഞു. ബസ്സുകൾ തകർത്തത് കോളേജ് പിള്ളേരാണെന്നും അത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതുപോലെ ഒരുപക്ഷെ നിങ്ങളുടെ പണം തട്ടിക്കൊണ്ടുപോയതും കൊള്ളക്കാരായിരിക്കും. ചാത്തുണ്ണിയും മക്കളും മറുപടി പറയാതെ പല്ലു കടിച്ചു തിന്നു. പിന്നെ ആ റബ്ബർ എസ്റ്റേറ്റ് ഞങ്ങൾ വാങ്ങുവാൻ തീരുമാനിച്ചു. 30 ലക്ഷം അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ചാത്തുണ്ണിയുടെ വായി പിളർന്നുപോയി. പക്ഷെ അത് നിങ്ങളുടെ പണമല്ല കേട്ടോ, ഞങ്ങൾ ബാങ്കിൽ നിന്നെടുത്തതിന് രേഖകളുണ്ട്. ചന്തു തിരിച്ചു വന്ന് കാറിൽ കയറി. ആ ബെൻസുകാർ റോഡിലൂടെ അങ്ങനെ ഒഴുകിപ്പോയി. ആ നായിൻ്റെ മോനെ ജീവനോട് ഇനി വെച്ചിരിക്കുന്നത് പ്രശ്നമില്ല കേട്ടോ. എൻ്റെ സുഹൃത്തുക്കളുണ്ട് കുറേ, കരാട്ടക്കാരാ, പക്ഷെ ഭയങ്കര റേറ്റാകും, റോബിൻ പറഞ്ഞു. എത്രയായാലും എന്താ, കാര്യം നടക്കുമെന്ന് ഉറപ്പാണോ? ചാത്തുണ്ണി തിരുക്കി. അക്കാര്യത്തിൽ സംശയം വേണ്ട, റോബിൻ ഉറപ്പാണ്. 10 പേരെ കൂട്ടാം, അവർ ക്ലോസാക്കി തരും. എങ്കിൽ ഇന്ന് തന്നെ നീ അവരെ കാണ്, പണം സേഫിൽ നിന്നെടുത്തു. ഞാൻ പറഞ്ഞു കേട്ടോ. റിനിയും എണീറ്റു. വേണ്ടടാ, ഞാൻ മാത്രം പോകാം. റിനിയുടെ മുഖം വാങ്ങി. അവൻ ചത്തു കഴിഞ്ഞാൽ അവറാച്ചനെയും നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാം. പിന്നെ അവനാണ് അവറാച്ചൻ്റെ ബലവും ബുദ്ധിയും. ചാത്തുണ്ണി പിറുവിറുത്തു. എന്തായാലും ആ എസ്റ്റേറ്റ് കൈവിട്ടു പോയത് ഓർക്കുമ്പോൾ എൻ്റെ ചങ്കിനകത്തൊരു വേദന. ഡാഡി വിഷമിക്കാതെ, എല്ലാം നേരെയാകുമെന്നേ റെമിനി സമാധാനിച്ചു. പട്ടണത്തിലെത്തിയ റോബിൻ കരാട്ട സുഹൃത്തുക്കളെ കണ്ടു. സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുമായി അത്ര വലിയ അടുപ്പമൊന്നുമില്ല. ബാറിൽ വെച്ചും മറ്റും കണ്ടിട്ടുണ്ടെന്ന് മാത്രം. ഇടയ്ക്കിടയ്ക്ക് 1-2 തവണ സംസാരിച്ചിട്ടുണ്ട്. അവർ പ്രതിഫലം വാങ്ങി ആൾക്കാരെ തല്ലാറുണ്ടെന്ന് അയാൾക്കറിയാമായിരുന്നു. റോബിൻ അവരുമായി സംസാരിച്ചു. ജാക്കിയാണ് അവരുടെ നേതാവ്. 6 അടിയോളം ഉയരവും അതിനു തക്കമുള്ള വണ്ണവുമുള്ള ജാക്കി. അവൻ്റെ കോലൻ തലമുടി കഴുത്തിന് കെട്ടിയിരിക്കുന്നു. ഇറുകിയ ബനിയനും ജീൻസുമാണ് വേഷം. പട്ടണത്തിലെ മുന്തിയ പണക്കാരൻ പയ്യനാണ് അവൻ.
പക്ഷെ മിക്കവാറും എല്ലാ അടിപിടി കേസിലെ പ്രതിയും. സംഗതിയൊക്കെ സാധിച്ചു തരാം. ഞങ്ങൾ 8 പേരും വരികയും ചെയ്യാം. പക്ഷെ പ്രതിഫലം കൂടും. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാലും എത്ര രൂപ വരും? 2 ലക്ഷം. റോബിൻ്റെ കണ്ണു തള്ളി. അതല്പം കൂടുതലാണ്. എന്നാൽ നിങ്ങൾ തന്നെ അങ്ങ് ചെയ്തോ. ജാക്കിയും കൂട്ടരും ബൈക്കുകളിൽ കടന്നിരുന്നു. 4 ബൈക്കുകൾ. അതിലാണ് അവരുടെ യാത്ര. പോകാൻ വരട്ടെ. റോബിനൊപ്പം ചെന്നു. ഞാൻ പണം തരാം. ഓക്കെ, ആദ്യം പണം കിട്ടണം, പിന്നെ ആളിനെ കാണിച്ചിരിക്കുകയും വേണം. ഏറ്റു. അടുത്ത നാൾ സായാഹ്നത്തിൽ ചന്തുവും കുമാറും ഔട്ട് ഹൗസിലേക്ക് മടങ്ങുകയായിരുന്നു. പാലമോട് ജംഗ്ഷൻ കഴിഞ്ഞപ്പോൾ വിജനമായ പാത. ഇരുവശത്തും കാപ്പിത്തോട്ടങ്ങൾ. ഒരു വളവിന് വീതിയേറിയ ഭാഗത്ത് ബൈക്കുകൾ 4 സൈഡുകൾ ചേർത്ത് വെച്ച് അവയിലിരിക്കുകയായിരുന്നു ജാക്കിയും സുഹൃത്തുക്കളും. ഒപ്പം റോബിനുമുണ്ട്. വരുന്നുണ്ട്. ബൈനോക്കുലറിലൂടെ താഴെ നിന്നും നോക്കിക്കൊണ്ടിരുന്ന കാറിൽ ശ്രദ്ധിച്ചതിന് ശേഷം റോബിൻ പറഞ്ഞു, ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് കക്ഷി. കാറിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ഒരാൾ കൂടി. സാരമില്ല, കാർ അടുത്തെത്താറായി. ഞാൻ മാറി നിൽക്കാം. എന്നെ കണ്ട ശരിയാവില്ല. റോബിൻ കാപ്പിച്ചടിക്ക് പിന്നിലേക്ക് മാറി. ജാക്കിയും കൂട്ടുകാരും മുഖത്തിൻ്റെ പകുതി ഭാഗം മറയത്തക്ക വിധത്തിൽ ഒരുതരം മുഖം മൂടി വലിച്ചിട്ടു. അതവർ കഴുത്തിൽ കെട്ടിയിരിക്കുകയായിരുന്നു. പിന്നെ വേഗത്തിൽ ബൈക്കുകൾ റോഡിൻ്റെ നടുവിലേക്ക് മാറ്റിവെച്ചു. അവയ്ക്കൊന്നിനും നമ്പറുകൾ ഉണ്ടായിരുന്നില്ല. അവരെ കണ്ടപ്പോഴേ ചന്തുവിന് അപകടം മനസ്സിലായി. കുമാറും ചന്തുവും മുഖത്തോട് മുഖം നോക്കി. ഇടിച്ചു തെറിപ്പിച്ചു പോയാലോ അണ്ണാ? അയാൾ അതിന് മറുപടി പറയാതെ കീശയിൽ തപ്പി നോക്കി. ജാക്കി ബൈക്കുകൾക്ക് മുന്നിൽ നിന്നും കൈ ഉയർത്തി കാർ നിർത്തുവാൻ ആംഗ്യം കാട്ടി. കുമാറിൻ്റെ ഹൃദയത്തിൽ പെരുമ്പറ മുഴക്കം. ചന്തു ബ്രേക്ക് അമർത്തി. അവർ 8 പേരും കാറിന് മുന്നിൽ അർദ്ധവലയം സൃഷ്ടിച്ചു. ചന്തു മെല്ലെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. എന്തും സംഭവിക്കാവുന്ന നിമിഷങ്ങൾ. പെടുന്നനെ അവരുടെ കൈകളിൽ ഓരോ ആയുധങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഇടിക്കട്ട, വടിവാള്, നഞ്ചക്ക്, 2 അടി നീളമുള്ള ഉരുക്കുവടി. ചന്തു കാറിൻ്റെ മുന്നിലേക്ക് ചെന്നു. നിങ്ങൾക്കെന്ത് വേണം? ഓരോരുത്തരും മാറി മാറി നോക്കിക്കൊണ്ട് അയാൾ തിരക്കി. മറുപടി പറയാൻ കുനിഞ്ഞ ജാക്കി പെട്ടെന്ന് നിർത്തു. പിന്നെ ചന്തുവിനെ സൂക്ഷിച്ചു നോക്കി. മുഖത്തിൻ്റെ പകുതി ഭാഗങ്ങൾ വീതം മറച്ചിരിക്കുന്നതിനാൽ ചന്തുവിനെ ആരെയും മനസ്സിലാക്കാനും കഴിഞ്ഞില്ല. ചന്തുവിനെ അവർ അടിച്ചു പൊടിക്കുമെന്ന് തോന്നിയ കുമാറും പുറത്തിറങ്ങി. തന്നെ കൊല്ലാതെ അവർ ചന്തുവിനെ തൊടാൻ താൻ സമ്മതിക്കില്ല. എന്താണ് നിങ്ങൾക്ക് ആവശ്യം? ചന്തു വീണ്ടും തിരക്കി. അപ്പോഴും ജാക്കി മറുപടി പറയാതെ നിശ്ചലം നിൽക്കുകയാണ്. കൂട്ടുകാർ അവനെ നോക്കി. അവൻ്റെ കണ്ണുകൾ ചന്തുവിൽ തന്നെ തറഞ്ഞിരിക്കുകയാണ്. കാപ്പിത്തോട്ടത്തിൻ്റെ മറവിലിരുന്ന റോബിൻ എത്തി നോക്കി. തൻ്റെ ആൾക്കാർ ആക്രമിക്കാൻ വൈകുന്നതിൽ അവൻ അസ്വസ്ഥത തോന്നി. ചന്തു മാസ്റ്ററല്ലേ? ജാക്കി തിരക്കി. ചന്തുവിൻ്റെ മുഖത്തും വിസ്മയം. വടിവാൾ താഴ്ത്തിയിട്ട് ജാക്കി മുന്നോട്ട് വന്നു. അവർ തൻ്റെ മുഖം മൂടി വലിച്ചൂറ്റി. ചന്തുവും ആ മുഖം ഓർമ്മിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. മാസ്റ്റർ, എന്നെ മനസ്സിലായില്ലേ? ചന്തുവിൻ്റെ ഓർമ്മകൾ കോബ്രെ കരാട്ട സ്കൂളിലെത്തി. അവിടെ താൻ പഠിപ്പിക്കുന്ന കുറേ യുവാക്കൾ. ജാക്കി! അയാളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. യെസ് മാസ്റ്റർ. ജാക്കിക്ക് ഉത്സാഹമായി. ശിക്ഷ കഴിഞ്ഞ് താക്കോൽ പുറത്തു വന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷേ കാണാൻ കഴിഞ്ഞത് ഇത്രയൊരു സാഹചര്യത്തിലാണല്ലോ. ജാക്കിയുടെയും കൂട്ടുകാരുടെയും മുഖം മൂടി മാറ്റിയിട്ട് അടുത്തു വന്നു. ചന്തുവിനെ ഉണങ്ങി. അവരെല്ലാവരും തൻ്റെ കുട്ടികളാണെന്ന് ചന്തു പറഞ്ഞു. കുമാർ വിസ്മയത്തിൽ നിൽക്കുകയാണ്. റോബിനും കോപം അടക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ പണം വാങ്ങിയിട്ട് ഈ നന്ദിയില്ലാത്തവന്മാർ മാസ്റ്ററെ ഇല്ലാതാക്കുവാനായിട്ട് ഞങ്ങൾ കുറേ പണം വാങ്ങിയത്. ആരുടെ കയ്യിൽ നിന്നും? ചന്തുവിൻ്റെ അമ്പരപ്പ്. റോബിൻ്റെ. അവനെവിടെ? ഒരാൾ കാപ്പിത്തോട്ടത്തിന് നേരെ തിരിഞ്ഞപ്പോൾ കാപ്പിച്ചെടിയൊന്ന് കുലുങ്ങി. പിന്നെ അവക്കിടയിലൂടെ ഒരു മനുഷ്യൻ ഓടിപ്പോകുന്നത് കണ്ടു. ചന്തുവിന് ചിരി പൊട്ടി. എത്ര ലക്ഷം വാങ്ങി? 2. അപ്പോൾ എൻ്റെ തലയ്ക്ക് അത്രയും വിലയുണ്ടോ? മാസ്റ്റർ, ജാക്കിയുടെ സ്വരം തണു. പൊറുക്കണം. സാരല്ലടോ, ഇതൊക്കെ ഒരു തമാശയല്ലേ ഞാൻ കരുതുന്നുള്ളൂ. എന്നാലും അതങ്ങ് മറക്കടോ. എതിരാണ് മാഷാണെന്ന് ഞങ്ങൾ സ്വപ്നോപി വിചാരിച്ചതേ എന്നില്ല. ജാക്കി അയാളുടെ കൈ നിവർന്നു. മാഷ് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. അങ്ങേ ഇല്ലാതാക്കാൻ തുനിഞ്ഞ റോബിനെ തല്ലിയൊടിച്ച് ഈ പാദങ്ങളിൽ കൊണ്ടിടാം. തൽക്കാലം അതിൻ്റെ നാശില്ല. ഒരിക്കൽ നിങ്ങളുടെയൊക്കെ സഹായം എനിക്ക് ഉണ്ടാകേണ്ടതായി വരും എന്ന് പറയാം. അത് മതി മാഷേ. ഓക്കെ, പിന്നെ കാണാം. ഇത് ജാക്കി കുമാറിനെ നോക്കി. എൻ്റെ സുഹൃത്താണ്. എല്ലാവരും കുമാറിന് കൈ കൊടുത്തു. അയാളും ചന്തുവും കാറിൽ കയറി.
അവർ ബൈക്കുകൾ റോഡിൽ നിന്നും മാറ്റി. ചന്തു കൈ ഉയർത്തി വീശിയിട്ട് കാർ മുന്നോട്ടെടുത്തു. ചന്തുണ്ണനെ അവരെന്താണ് മാഷെന്ന് വിളിപ്പിച്ചത്? കുറേ കാലം ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്കൂളിലോ അതോ കോളേജിലോ? സ്കൂളിൽ, കരാട്ടെ സ്കൂളിൽ. അപ്പോൾ ചന്തുണ്ണൻ കുമാർ ബാക്കി പറയുന്നതിന് മുമ്പ് അയാൾ വിലക്കി. പിന്നെ ചിരിച്ചുകൊണ്ട് തല കുലുക്കി. പൊയ്ക്കോണം എൻ്റെ മുന്നിൽ നിന്നും. പുറത്തേക്ക് കൈചൂട്ടിക്കൊണ്ട് ചാത്തുണ്ണി മുതലാളി അലറി. റോബിൻ തലകുനിച്ച് നിൽക്കുകയാണ്. എൻ്റെ 2 ലക്ഷം രൂപയും കളഞ്ഞു, അഭിമാനവും തകർത്തു. ശവം. നീയല്ലടാ പറഞ്ഞത് അമാല നിൻ്റെ പോക്കറ്റിലാണെന്ന്. എന്നിട്ടിപ്പോൾ എന്തുണ്ടായി? ഡാഡി, അത് മിണ്ടരുത് നീ. എടാ, ചാത്തുണ്ണിയുടെ മോനാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടന്നിട്ട് കാര്യമില്ല. തന്തയുടെ എന്തെങ്കിലും ഒരു ഗുണം കാണിക്കണം. റെനി ഇരുന്ന് ചിരിക്കുകയായിരുന്നു. നീ എന്തിനാടാ വിളിക്കുന്നത്? റോബിൻ അവനെ തുറിച്ചു നോക്കി. എന്നെ കൂട്ടാതെ ഒറ്റയ്ക്ക് പോയതല്ലേ, എന്നിട്ടിപ്പോൾ എന്തായി? നീയും കൂടുതൽ ചിലക്കണ്ട. നിന്റെ കഴിവ് എനിക്കറിയാവുന്നതാണ്. വെറുതെ കിടന്ന് ചിലക്കാതിരിക്കടാ. ചാത്തുണ്ണി ഇടപെട്ടു. ഇനി എന്ത് വേണമെന്ന് ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. ഇരുവരും മൗനം. അടുത്ത മാസം 14-ാം തീയതിയാണ് കേസിൻ്റെ വിധി. രണ്ടുപേരും മറക്കണ്ട. റെന്നിയുടെ ആദ്യ കേസിൻ്റെത് മറ്റന്നാളും. ചാത്തുണ്ണി എണീറ്റ് റൂമിലേക്ക് പോയി. ദിവസങ്ങൾ പിന്നെയും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അഡ്വാൻസ് കൂടാതെ റബ്ബർ തോട്ടം അവറാച്ചൻ മുതലാളി എഴുതിച്ചു. അതറിഞ്ഞപ്പോൾ മുതിയ അടിയും കൊണ്ട് പുളിയും കുടിച്ചു എന്ന് പറഞ്ഞതുപോലെയായിരുന്നു ചാത്തുണ്ണിക്ക്. അവറാച്ചനെയും ചന്തുവിനെയും എങ്ങനെയെങ്കിലും കൊടുക്കണമെന്ന് തന്നെ അയാൾ തീരുമാനിച്ചു. 2-3 ദിവസം ചിന്തിച്ചപ്പോൾ പറ്റിയ ഒരു മാർഗം അയാളുടെ ബുദ്ധിയിൽ തെളിഞ്ഞു. എടാ റെന്നി, ചാത്തുണ്ണി വിളിച്ചു. എന്താ ഡാഡി? നീ രഹസ്യമായൊരു കാര്യം തിരക്കണം. എന്താണ്? അവറാച്ചൻ്റെ മദ്യകോടോണ്ട് കീപ്പർമാർ ആരൊക്കെയാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കും. എന്തിനാണ് ഡാഡി? പറഞ്ഞത് കേൾക്കടാ. ഓ, അവൻ അലസമായി മൂളി. എന്നാൽ അവൻ അടുത്ത ദിവസം വൈകുന്നേരത്തിന് മുമ്പ് അവർ എല്ലാ വിവരങ്ങളും ശേഖരിച്ച് ഡാഡിയെ ഏൽപ്പിച്ചു. ചാത്തുണ്ണി ഓരോരുത്തരുടെയും പേരുകൾ വായിച്ചു നോക്കി. അവരുടെ കുടുംബ പശ്ചാത്തലങ്ങളും മനസ്സിലാക്കി. അനന്തരം വീണ്ടും റെന്നിയോട് കൽപ്പിച്ചു. സ്റ്റോർ കീപ്പർ ആൽബർട്ടിനെ നീ കാണണം. രഹസ്യമായി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരികയും വേണം. ഓക്കെ ഡാഡി. റോബിനെയും കൂട്ടിയോ? സന്ധ്യ. അവറാച്ചൻ മുതലാളിയുടെ സ്റ്റോർ കീപ്പർ ആൽബർട്ട് വേഗത്തിൽ തൻ്റെ വീട്ടിലേക്ക് നടക്കുകയാണ്. മധ്യവയസ്കനാണ് ആൽബർട്ട്. ഭാര്യയും പറക്കമറ്റാത്ത 2 കുട്ടികളും ഉണ്ട് അയാൾക്ക്. ചെമ്മൺ റോഡിലൂടെ 15 മിനിറ്റ് നടക്കണം വീട്ടിലെത്തുവാൻ. 5 മിനിറ്റ് നടന്നു കാണും. പെടുന്നതിനെ പൊടി പറത്തിക്കൊണ്ട് പിന്നിലൂടെ വന്ന ഒരു ജീപ്പ് അയാളുടെ അരികിൽ ചെന്ന് ബ്രേക്ക് ചെയ്തു. പൊടിക്കിടയിലൂടെ നിമിഷം വേണ്ടി വന്നു ചാത്തുണ്ണി മുതലാളികൾ മക്കളാണെന്ന് അവരെന്ന് മനസ്സിലാക്കാൻ. അയാൾ ഭവ്യത കാട്ടി. ആൽബർട്ടിനെ തേടി വന്നതാണ് ഞങ്ങൾ, റോബിൻ പറഞ്ഞു. ആൽബർട്ട് വിസ്മയം പൂണ്ടു. ജീപ്പിലേക്ക് കയറിക്കോ. അതിപ്പോൾ ആൽബർട്ട് പരുങ്ങി. വീട്ടിൽ ഭാര്യയും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ. അതിനെന്താ, വേഗത്തെ തിരികെ കൊണ്ടുവന്നു വിട്ടേക്കാം. ചാത്തുണ്ണിയുടെ മക്കളെ പിണക്കുന്നത് ശരിയില്ലെന്ന് ആൽബർട്ടിനറിയാം. എന്നാൽ താൻ ഇവരുടെ കൂടെ പോയത് അവറാച്ച മുതലാളി അറിഞ്ഞാൽ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടുകയില്ല. ഒന്ന് വേഗം കയറി ആൽബർട്ട്. അയാൾ കയറി. ജീപ്പ് ചാത്തുണ്ണിയുടെ ബംഗ്ലാവിലേക്ക് പാഞ്ഞു. മുറ്റത്തെ പുൽത്തകടിയിൽ ചൂരൽ കസേരയിൽ ചാരിക്കിടക്കുകയായിരുന്നു ചാത്തുണ്ണി. ജീപ്പ് പോർട്ടിക്കോവിൽ നിന്നപ്പോൾ അയാൾ നിവർന്നിരുന്നു. റോബിനും റെന്നിയും ആൽബർട്ടിനെയും കുട്ടി ഡാഡിയുടെ മുന്നിലെത്തി. എങ്ങനെയുണ്ട് ആൽബർട്ട്? ജീവിതമൊക്കെ സുഖമാണോ? അതേ മുതലാളി. അയാൾ ചിരിക്കാൻ ശ്രമിച്ചു. ഞാൻ തന്നെ വിളിപ്പിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാനാണ്. മുതലാളി ഒരു കെട്ട് 1000 രൂപ നോട്ടും ഒരു ചെറിയ കുപ്പിയും ടീപ്പോയിൽ വെച്ചു. ആൽബർട്ടിൻ്റെ നെറ്റി ഒളിഞ്ഞു. 1 ലക്ഷം രൂപയുണ്ട്. ആൽബർട്ടിനുള്ളതാണ്. എനിക്കോ? എന്തിനാണ് മുതലാളി? ഈ പണം ഞാൻ നിനക്ക് തരുമ്പോൾ നീ എനിക്കൊരു ചെറിയ ഉപകാരം ചെയ്തു തരണം. അതെന്താണാവോ? അത്രയ്ക്ക് സീരിയസ് ഒന്നും അല്ലടാ. ദാ ഈ കുപ്പിയിലെ ദ്രാവകം നീ മദ്യത്തിലൊന്നും കലർത്തിയേക്കണം. ചെവി അറിയില്ല. നിന്നെ ആരും സംശയിക്കത്തുമില്ല. എന്താണിത്? ഇത്തിരി വിഷമാടാ. ചാത്തുണ്ണി ഒരു സിഗരറ്റ് കത്തിച്ചു. വയ്യ, എന്നെക്കൊണ്ട് വയ്യ. ചാത്തുണ്ണിയുടെ കണ്ണുകൾ കുറുകി. ഒരു കുറുക്കൻ്റെ കൗശലം അവിടെ ദൃശ്യമായി. ശരിക്കും ചിന്തിച്ചിട്ട് തന്നെയാണോ ചാത്തുണ്ണിയുടെ ഓഫർ നീ നിരസിക്കുന്നത്? അതെ മുതലാളി. ആളെ കൊല്ലുന്ന പണിക്ക് കൂട്ടു നിൽക്കാൻ എന്നെക്കൊണ്ടാവില്ല. അത് മാത്രമല്ല, തിന്ന ചോറിന് നന്ദിയുള്ളവനാണ് ഞാൻ. അവറാച്ച മുതലാളി ഞാൻ ചതിക്കില്ല. ചാത്തുണ്ണി മെല്ലെ തലയിളക്കി അയാൾ മക്കളെ നോക്കി. അതിൻ്റെ അർത്ഥം അയാൾക്ക് മനസ്സിലായി.
തൊട്ടടുത്ത നിമിഷത്തിൽ പ്രവൃത്തി കൊണ്ട് അത് തെളിച്ചു. മുഖമടച്ച് ഒരടിയേറ്റ് ആൽബർട്ട് ചാത്തുണിയുടെ കാൽച്ചുവട്ടിൽ വീണു. പാവം. ചാത്തുണി തിരിച്ചു. എന്തിനാ റണ്ണി ഇത്രയും ശക്തിയുള്ളവനെ നീ അടിച്ചത്? വിളിച്ചു കൊണ്ടുവന്ന് വെറുതെ ദ്രോഹിക്കുന്ന പറഞ്ഞിട്ട് അയാൾ ആൽബർട്ടിൻ്റെ മുതുക്കിൽ ഇടതുകാൽ അമർത്തിക്കൊണ്ട് തലമുടിയിൽ കുത്തിപ്പിടിച്ച് മുഖമുയർത്തി. നീ എന്താടാ പറഞ്ഞത്? പറ്റില്ലെന്നോ? എങ്കിൽ ഒരു കാര്യം കൂടി, ഞാൻ എടുത്തു വെച്ച ഈ വിഷം നീ കുടിക്കണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കുടിപ്പിക്കും. മുതലാളി എന്തോ പറയാൻ ആൽബർട്ട് വായ തുറന്നപ്പോൾ ചുണ്ടുകളിൽ ചോരയുടെ തിളക്കം. അനുസരിക്കാമോടാ നിനക്ക്? അവിടെ കിടന്നുകൊണ്ട് തന്നെ അയാൾ മൂവരെയും മാറി മാറി നോക്കി. താൻ അനുസരിച്ചില്ലെങ്കിൽ ഇവർ തന്നെ കൊല്ലുമെന്ന് പോലും അയാൾക്ക് തോന്നി. അനുസരിക്കാം. നേരത്തെ ഇത് പോരായിരുന്നു ആൽബർട്ടെ. എണീക്കി. അയാൾ എണീറ്റു. ചാത്തുണി പണവും വിഷവും അയാൾക്ക് നൽകി. എന്തെങ്കിലും കാരണവശാൽ നീ വിവരം ആരോടെങ്കിലും പറയുകയോ എന്നെ അനുസരിക്കാതിരിക്കുകയോ ചെയ്താൽ അതിൻ്റെ ഫലം ഭയാനകമായിരിക്കും. നിന്റെ ഭാര്യയും മക്കളും ഒക്കെ സുഖമായിട്ട് കഴിയുന്നവരൊക്കെ അല്ലേ നിനക്കിഷ്ടം? ആൽബർട്ട് ഭയന്നുപോയി. റോബിനെ, നീ ഇവനെ തിരിച്ചു കൊണ്ടുവിട്ടിട്ട് വാ. യെസ് ഡാഡി. അടുത്ത ദിവസം ചാത്തുണി കൊടുത്ത കൊടും വിഷവുമായാണ് ആൽബർട്ട് സ്റ്റോറിലെത്തിയത്. ഇനി ഇത് ആരും അറിയാതെ മദ്യത്തിൽ കലർത്തണം. അയാൾ അതിനുള്ള തക്കം പാർത്തിരുന്നു. അധ്യായം 25. സ്റ്റോറിലെ ജോലിക്കാർ മുഴുവൻ തങ്ങളുടെ ജോലികൾ വ്യാപൃതനാണ്. ആൽബർട്ട് തൻ്റെ ഹൃദയമെടുപ്പ് മറ്റുള്ളവർ കേൾക്കുമെന്ന് പോലും ഭയന്നു തുടങ്ങി. ഭയം തേരട്ടയെപ്പോലെ അയാളുടെ ഹൃദയത്തിനുള്ളിൽ എഴിയുന്നു. അയാളുടെ മുഖത്തെ വല്ലാത്ത ഭാവം മറ്റുള്ളവർ ശ്രദ്ധിച്ചു. തനിക്കെന്ത് പറ്റിയ ആൽബർട്ടെ? ഒരു കൂട്ടുകാരൻ തിരക്കി. ഒന്നുമില്ല, ഒരു തലവേദന. തനിക്ക് പറ്റിയ ഒരു അവസരം പാർത്ത് അയാൾ ജോലി ചെയ്തു തുടങ്ങി. അധികം കഴിയും മുമ്പേ അയാളത് കൈവരിക്കുകയും ചെയ്തു. 10 മണിക്ക് എല്ലാവരും കാപ്പി കുടിക്കാൻ പോയപ്പോൾ സമീപത്തൊന്നും ആരുമില്ലെന്ന് ഉറപ്പായപ്പോൾ ആൽബർട്ട് കീശയിൽ നിന്നും വിഷം നിറച്ചിരുന്ന കുപ്പി പുറത്തെടുത്തു. അത് വലിയ ജാറിനുള്ളിലേക്ക് കമത്താൻ ഭാവിച്ചതും പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. സബാഷ്! വെടികൊണ്ടതുപോലെ അയാൾ ഞെട്ടിത്തിരിച്ചു. പിന്നിൽ കുമാർ. ആൽബർട്ടിൻ്റെ മുഖം വിളറി. അയാളുടെ കയ്യിൽ നിന്നും വിഷം നിറച്ച കുപ്പി ജാറിനുള്ളിലേക്ക് വീണു. കുമാർ സാർ, ഞാൻ... ആൽബർട്ട് കൈകൾ കുപ്പി നിന്ന് വിറച്ചു. ശബ്ദിക്കരുത്. കുമാർ അയാളെ പുറത്തേക്ക് നടത്തി. കാപ്പി കുടി കഴിഞ്ഞെത്തിക്ക് മുതലാളികൾ ഈ രംഗം കണ്ട് അമ്പരന്നുപോയി. ആ ജാറ് പുറത്തേക്ക് മാറ്റി, കുമാർ പറഞ്ഞു. അതിൽ ഇയാൾ വിഷം കലർത്തിയതാണ്. മറ്റു തൊഴിലാളികൾ അമ്പരന്നു. ആൽബർട്ട് മദ്യത്തിൽ വിഷം കലർത്തുക, ഇതെങ്ങനെ? ഓഫീസ് റൂം. ആൽബർട്ടിനെ കാത്തിരിക്കുകയായിരുന്നു ചന്തു. കുമാർ അയാളെ ഓഫീസിലേക്ക് തള്ളി. കുറ്റബോധത്താൽ ആൽബർട്ടിൻ്റെ തല കുനിഞ്ഞുപോയി. ചന്തുവിൻ്റെ കണ്ണുകളിൽ അഗ്നി എരിയുകയായിരുന്നു തോന്നുമായിരുന്നു. ചതിക്കുന്നവരെ എനിക്കിഷ്ടമല്ല, ചന്തു പറഞ്ഞു. നിന്നെ ശിക്ഷിക്കണമെങ്കിൽ എനിക്കതിന് യാതൊരു പ്രയാസവുമില്ല താനും. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. നിന്റെ വിധവയായ ഭാര്യയും കുട്ടികളും എന്നെ ശപിക്കേണ്ടി വന്നേക്കും. അതുകൊണ്ട് അയാൾ പറയുന്നത് എന്താണെന്നറിയുവാൻ ആൽബർട്ട് തലയുയർത്തി. ഇന്നു മുതൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാം. ആരുടെ കീഴിലും ജോലിക്ക് പോകാം. സർ. ആൽബർട്ട് കരഞ്ഞുപോയി. ഇത്തവണ എനിക്ക് മാപ്പ് തരണം. ഞാൻ തെറ്റ് ചെയ്തു പോയി. എൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും അവർ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ. എങ്കിൽ രാവിലെ തനിക്ക് ഈ വിവരം എന്നോട് പറയാമായിരുന്നില്ലേ? മറ്റാരെങ്കിലും അറിഞ്ഞാൽ എൻ്റെ കുടുംബം താർക്കുമെന്ന് ചാത്തുണി ഭീഷണിപ്പെടുത്തുമായിരുന്നു സാർ. ചന്തു കുമാറിനെ നോക്കി. എന്തു വേണം കുമാർ? ഇത്തവണ മാപ്പ് കൊടുക്കാം. പക്ഷേ ഇനി എപ്പോഴെങ്കിലും ചതിക്കാൻ ശ്രമിച്ചാൽ എൻ്റെ കൈ കൊണ്ടറിയിക്കും വിമുൻ്റെ മരണം. സത്യമായിട്ടും ഞാൻ ചതിക്കില്ല സാർ. പോയിക്കോ. ഇരുവരെയും മാറി മാറി തൊഴുതിട്ട് അയാൾ പോയി. കുമാറെ, ചന്തു വിളിച്ചു. അയാൾ തലയിളക്കി. നമ്മൾ അങ്ങോട്ട് ദ്രോഹിച്ചിട്ടില്ലെങ്കിലും ചാത്തുണ്ണി അടങ്ങിയിരിക്കുന്ന ലക്ഷണമില്ലല്ലോ. കമോൺ. ചന്തുവും കുമാറും കാറിൽ കയറി. ഇത്തവണ നമ്മൾ വിജയിച്ചത് തന്നെ, ചാത്തുണ്ണി മുതലാളി മക്കളോട് പറഞ്ഞു. വൈകുന്നേരമാകുമ്പോഴേക്കും ആൾക്കാർ ചത്തു വീഴാൻ തുടങ്ങി. പിന്നീട് അവറാച്ചനും ചന്തുവിനും കോളായിരിക്കും. റോബിൻ ഉച്ചത്തിൽ ചിരിച്ചു. SP അങ്കിളിനോട് വിവരം പറയണ്ടേ ഡാഡി? അതൊക്കെ ഞാൻ ഇന്നലെയെ സംസാരിച്ചിട്ടുണ്ട്. ആൾക്കാർ മരിച്ചു വീഴുന്നത് നോക്കിയിരിക്കുകയാവും വിജയദാസ്. അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോർച്ചിൽ കാർ വന്നു നിന്നു. ചന്തുവും കുമാറും അതിൽ നിന്ന് ഇറങ്ങി. കോളിംഗ് ബെൽ അമർത്താൻ കാത്തു നിൽക്കാതെ വാതിൽ തുറന്ന് അകത്തേക്ക് കാൽവച്ചു. ചാത്തുണ്ണിയുടെയും മക്കളുടെയും സന്തോഷം പെട്ടെന്ന് മാറി. അവർ ചന്തുവിനെ തുറിച്ചു നോക്കി. ഞാൻ വന്നത് ഒരു മുന്നറിയിപ്പ് തരുന്നതാണ്.
വെറുതെ ഞങ്ങളോട് കളിക്കാനാണ് ഭാവമെങ്കിൽ കളി എങ്ങനെയാണെന്ന് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു തരും. നീ എന്താടാ വീട്ടിൽ കയറി ഒന്ന് ഭീഷണിപ്പെടുത്തിയാണോ? റെന്നി ചാടി എഴുന്നേറ്റു. അതേന്ന് കരുതിക്കോ. ചാരായം കഴിച്ച ആൾക്കാർ പിടഞ്ഞു വീണ് മരിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയായിരിക്കും അച്ഛനും മക്കളും എന്ന് എനിക്കറിയാം. എങ്കിൽ ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചിര്. അവർ അച്ഛൻ്റെ ചാരായം കഴിച്ച ഒരുത്തനും ചാകിയില്ല. അഥവാ അങ്ങനെ വന്നാൽ ചാത്തുണ്ണിയും മക്കളും പിന്നീട് ഈ ഭൂമുഖത്തുണ്ടായിരിക്കില്ല. ചാത്തുണ്ണിക്കും മക്കൾക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തങ്ങളുടെ പദ്ധതി ചീറ്റിപ്പോയിരിക്കുന്നു. ചന്തുവും കുമാറും ഇറങ്ങി നടന്നു കഴിഞ്ഞു. അവരുടെ കാർ അകന്നുപോയി. ആൽബർട്ട് നമ്മളെ ചതിച്ചു കാണും. അവനെ വെറുതെ വിടരുത്, ചാത്തുണ്ണി കൽപ്പിച്ചു. രാത്രി 2 ജീപ്പുകൾ നിറയെ ചാത്തുണ്ണിയുടെ ഗുണ്ടകൾ ആൽബർട്ടിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ സമയം 10 മണി കഴിഞ്ഞതേ ഉള്ളൂ. ആൽബർട്ടും ഭാര്യയും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയായിരുന്നു. മക്കൾ ഉറങ്ങിക്കഴിഞ്ഞു. ആൽബർട്ട് ഒരു ചോറ് ഉരുള ഉരുട്ടിയതേയുള്ളൂ. പെട്ടെന്ന് തൊഴിയേറ്റ് കയ്യിൽ നിന്നും ചോറ് ചിതറിപ്പോയി. അപ്പോഴാണ് അയാൾ അപകടം മനസ്സിലാക്കിയത്. ഭക്ഷണം വിളമ്പിയ പാത്രങ്ങളോടെ അവർ തൊഴിച്ചെറിഞ്ഞു. ആൽബർട്ടിൻ്റെ ഭാര്യ നിലവിളിയോടെ ചാടിയണീറ്റപ്പോൾ അടിവെറ്റിൽ ചവിട്ടേറ്റു. അമ്മച്ചി! അവർ അടിവെറ്റിൽ കൈ അമർത്തിക്കൊണ്ട് പിന്നോട്ട് മറിഞ്ഞു. ദ്രോഹികളെ! ആൽബർട്ട് അവരെ എതിരിടാൻ ഒരുങ്ങി. എന്നാൽ ഗുണ്ടകൾ അയാളെ ഫുട്ബോൾ കണക്കെ തട്ടിക്കളിച്ചു. ബഹളം കേട്ട് കുട്ടികളുണ്ടെന്ന് നിലവിളിക്കാൻ തുടങ്ങി. ആകെ ബഹളം. അടുത്ത വീട്ടുകാർ ഉണർന്ന് അവിടേക്ക് ഓടിയെത്തി. ഇനി നിൽക്കുന്നത് അപകടമാണെന്ന് അവർ മനസ്സിലാക്കി. ഗുണ്ടാത്തലവൻ ഒരു ഇരുമ്പ് കമ്പി വലിച്ചെടുത്ത് ഒറ്റയടി. ആൽബർട്ടിൻ്റെ അലർച്ച അവിടെ നടുക്കം സൃഷ്ടിച്ചു. ഒരു തവണ കൂടി ആ വടി ഉയർന്നതാണ്. ഇത്തവണ അയാൾ നിലവിളിച്ചില്ല. കാരണം സ്വബോധം മറഞ്ഞു തുടങ്ങിയിരുന്നു. ഹോസ്പിറ്റലിന് മുന്നിൽ കാർ വന്നു നിന്നു. ചന്തുവും അവറാച്ചനും അതിൽ നിന്നിറങ്ങി. ഇടനാഴിയിലൂടെ 4-ാം വാർഡിലേക്ക് നടക്കുമ്പോൾ ആളുകൾ ബഹുമാനത്തോടെ വഴിയൊഴിഞ്ഞു. 27-ാം നമ്പർ കിടക്കയിൽ ആൽബർട്ട്. അയാളുടെ 2 കാലുകളും പ്ലാസ്റ്റർ ഇട്ടിരുന്നു. ശിരസിലും ശരീരത്തിലും മറ്റു ഭാഗങ്ങളിലുമൊക്കെ ബാൻഡേജുകളുണ്ട്. കിടക്കക്കരികിൽ നിറകണ്ണുകളോടെ ആൽബർട്ടിൻ്റെ ഭാര്യ നിന്നിരുന്നു. അവറാച്ചനെയും ചന്തുവിനെയും കണ്ടപ്പോൾ ആ സ്ത്രീയുടെ ഏങ്ങലടിക്ക് ശക്തി കൂടി. കരയാതെ പെങ്ങളെ. ചന്തു അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ആൽബർട്ട് കണ്ണു തുറന്നു. സാർ! ദയനീയമായ ശബ്ദം. ആൽബർട്ട് ഒരു സ്റ്റൂൾ വലിച്ചിട്ട് അതിലിരുന്നു കൊണ്ട് അവറാച്ചൻ തുറന്നു. നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കണ്ട. നിങ്ങളുടെ ഒരു കാര്യത്തിനും കുറവ് സംഭവിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. ആരാണിത് ചെയ്തതെന്ന് ആൽബർട്ടിന് അറിയാമോ? ചാത്തുണ്ണി മുതലാളിയുടെ ഗുണ്ടകളാണ്. ഞാൻ നേരത്തെ അവരെ കണ്ടിട്ടുണ്ട്. ഒരു മുട്ടത്തലയൻ. അയാളാണ് എൻ്റെ കാലുകൾ. മുട്ടത്തലയൻ. ചന്തുവിന് ആളെ മനസ്സിലായി. ചാത്തുണ്ണിയുടെ പുതിയ ഗുണ്ടാത്തലവൻ വിൽഫ്രഡ്. പോലീസ് വന്ന് മൊഴിയെടുത്തോ? ഇല്ല സാർ. ആ നേരത്ത് എസ് ഐ കമലഹാസനും 2 കോൺസ്റ്റബിൾസും അവിടെ എത്തി. മുന്നിൽ ചന്തുവിനെയും അവറാച്ചനെയും കണ്ടപ്പോൾ അയാളൊന്ന് പരുങ്ങി. ഞാൻ ആൽബർട്ടിനെ മൊഴിയെടുക്കാൻ വന്നാണ്. നിങ്ങളൊന്ന് മാറിത്തരണം, അയാൾ പറഞ്ഞു. അവറാച്ചനും ചന്തുവും പുറത്തേക്ക് മാറി നിന്നു. കമലഹാസൻ പേരും ജോലിയുമൊക്കെ തിരക്കിട്ട് ആൽബർട്ടിനോട് പറഞ്ഞു. ആരാണ് നിങ്ങളെ ആക്രമിച്ചതെന്ന് അറിയില്ലല്ലോ അല്ലേ? എനിക്കറിയാം. കമലഹാസൻ്റെ നെറ്റിയിൽ ചുളിവുകളുണ്ടായി. ആരാണ്? ചാത്തുണ്ണി മുതലാളിയുടെ ഗുണ്ടകളാണ്. കള്ളം പറയരുത്. സത്യമാണ് സാർ പറഞ്ഞത്. ആ മുട്ടത്തലയൻ ചാത്തുണ്ണി മുതലാളിയുടെ ഗുണ്ടയാണ്. അയാളുടെ പേര് അറിഞ്ഞുകൂടാ. പിന്നെ നിങ്ങൾ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? കൊല്ലാൻ വരുന്ന ആളിനോട് പേര് ചോദിച്ചു നിൽക്കുവാൻ ആരെങ്കിലും ശ്രമിക്കുമോ സാർ? കടുത്ത വേദനകൾക്കിടയിലും ആൽബർട്ട് തിരക്കി. ഇൻസ്പെക്ടർ അയാളെ കടുപ്പിച്ചൊന്ന് നോക്കി. അയാൾക്ക് നിങ്ങളോട് വൈരാഗ്യമുണ്ടാകാൻ എന്താണ് കാരണം? ചാത്തുണ്ണി മുതലാളി അവറാച്ചൻ മുതലാളിയുടെ പട്ടച്ചാരയത്തിൽ വിഷം കലർത്തുവാൻ എൻ്റെ കയ്യിൽ വിഷം തന്നു. അത് നടക്കാതെ വന്നതിൻ്റെ പ്രതികാരമാണ്. ഐ സി. അപ്പോൾ നിങ്ങൾ ചാത്തുണ്ണിയുടെ കയ്യിൽ നിന്നും വിഷം വാങ്ങിയോ? വാങ്ങി. മറ്റെന്ത് വാങ്ങി? അയാൾ എനിക്ക് 10,000 രൂപയും തന്നു. അങ്ങനെ വരട്ടെ. അപ്പോൾ നിങ്ങളും കുറ്റക്കാരനാണല്ലേ? ജനങ്ങളെ കൊന്നെടുക്കാൻ വേണ്ടി മദ്യത്തിൽ വിഷം കലർത്താൻ ശ്രമിച്ചില്ലേ? അതിനുവേണ്ടി അച്ചാരം വാങ്ങിയില്ലേ? എന്നെയും എൻ്റെ കുടുംബത്തേക്കും നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അങ്ങനെ ചെയ്യിപ്പിച്ചതാണ് സാർ. ഇതൊക്കെ കോടതിയിൽ പറഞ്ഞാൽ മതി. ഇത്രയുമായപ്പോഴേക്കും ചന്തുവും അവറാച്ചനും തിരികെത്തി. മിസ്റ്റർ കമലഹാസൻ, നിങ്ങൾ കേസ് മനഃപൂർവ്വം വളച്ചൊടിക്കാൻ ശ്രമിക്കരുത്. അതിൻ്റെ പരിണിതഫലം വളരെ ക്രൂരമായിരിക്കും. നിങ്ങളെന്താണ് എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? എങ്ങനെ വേണമെങ്കിലും കരുതാം. വേണ്ടി വന്നാൽ FIRൽ തിരിമറി നടത്തിയെന്ന് പറഞ്ഞ് നിങ്ങളെ കോടതി കയറ്റിക്കാനും എനിക്ക് മടിയൊന്നുമില്ല.
രണ്ട് ജന്മശത്രുക്കളെപ്പോലെ ചന്തുവും കമലഹാസനും മുഖാമുഖം നോക്കി നിന്നു. പിന്നെ കമലഹാസൻ പോലീസുകാർക്ക് എന്നിട്ടി തിരിച്ചുപോയി. ചന്തു ഇത്തിരി നേരം ആൽബർട്ടിൻ്റെ ഒടിഞ്ഞ കാലുകളിലേക്ക് നോക്കി. അയാളുടെ മനസ്സിൽ രോക്ഷം പതഞ്ഞു പൊങ്ങുകയായിരുന്നു. പല്ലിന് പല്ല്, ജീവന് ജീവൻ. ഇങ്ങോട്ടടിക്കുന്നതിനേക്കാൾ ഒരു 2 മടങ്ങ് കൂടുതലായിരിക്കണം അങ്ങോട്ടടിക്കുന്നത്. അയാളുടെ മനോവ്യാപാരം എന്താണെന്ന് ചിന്തിക്കുവാൻ ഒരാൾക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ, അവറാച്ചന്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയൊക്കെ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ എന്ത് തന്നെയാണെങ്കിലും രേഖപ്പെടുത്താൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടുക. നോവൽ തുടർച്ച കാണുക. മുൻപ് പ്രസിദ്ധീകരിച്ച നോവലുകളെല്ലാം പ്ലേലിസ്റ്റിലുണ്ട്, ഇതും പ്ലേലിസ്റ്റിലുണ്ട്. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.